ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലും പ്രതീക്ഷ അർപ്പിക്കുകയാണ് വയനാട് ജില്ല. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയും ആസ്പിരേഷൻ ജില്ലകൾക്കുള്ള കൂടുതൽ പരിഗണനയും വയനാടിന് ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ആരോഗ്യമേഖലയ്ക്കും ആദിവാസി ക്ഷേമത്തിനും കൃഷിക്കും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വയനാട്. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് വയനാടും. ആസ്പിരേഷൻ ജില്ലകളുടെ പട്ടികയിലാണ് വയനാട്. ഇത്തരം ജില്ലകൾക്ക് ഊന്നൽ നൽകുന്ന പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ ഈ ബജറ്റിൽ എന്നാണ് വയനാട് ഉറ്റുനോക്കുന്നത്. ജില്ലയിലൂടെയുള്ള ദേശീയപാത വികസനത്തിന് കൂടുതൽ തുക വകയിരുത്തേണ്ടതുണ്ട്. 4 വരി പാതയടക്കം വയനാട് ജില്ല ആവശ്യപ്പെടുന്നു. നിലമ്പൂർ നഞ്ചൻകോട് പാത കാലങ്ങളായി ഉയരുന്ന ആവശ്യമാണ്. നിലവിലെ സർവേ നടപടികൾ പ്രതീക്ഷയെങ്കിലും കൂടുതൽ ഫണ്ട് വിഹിതം ഇതിനുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. വയനാടിന് ഏറ്റവും വലിയ പ്രതീക്ഷയായി വരേണ്ടത് നമ്മളുടെ ഗതാഗത സൗകര്യമാണ്. 2 റീച്ചാണ്. വയനാടിന് താഴെ, ചുരത്തിന് താഴെ വരെ വരുന്ന റീച്ചും, ചുരം കഴിഞ്ഞ് ലക്കിടി മുതൽ മുത്തങ്ങ വരെയുള്ള ദേശീയപാതയുടെ വികസനമാണ്. പിന്നെ വയനാട് സ്ഥിരമായി നമ്മൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സർവേക്കുള്ള തുക അനുവദിക്കുകയും സർവേ നടപടികൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ഫണ്ട് അതിലേക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു പാത പ്രതീക്ഷിക്കാൻ നമുക്കത് നടപ്പിലാകും എന്നുള്ള വലിയ പ്രതീക്ഷയുണ്ടാകും. രാത്രികാല യാത്രാ നിരോധനത്തിന് പരിഹാരം കാണാൻ എലിവേറ്റഡ് ഹൈവേയോ തുരങ്കപാതയോ സാധ്യമാക്കേണ്ടതുണ്ട്. ഇതിനായുള്ള ഇടപെടലും ജില്ല പ്രതീക്ഷിക്കുന്നു. സിക്കിൾ സെൽസ് അനീമിയ രോഗികൾക്കായി പ്രത്യേക ആശുപത്രിയും റിസർച്ച് സെന്ററും വയനാട് ജില്ലയിൽ അനിവാര്യതയാണ്. സിക്കിൾ സെൽസ് അനീമിയ രോഗികളുടെ എണ്ണത്തിൽ വർധനയുള്ള ജില്ലകളിൽ ഒന്നാണിത്. ആരോഗ്യം, ആദിവാസി ക്ഷേമം, കൃഷി, ടൂറിസം തുടങ്ങിയവയിലെ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനങ്ങളും ജില്ലാ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. 24 വയനാട്.